എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 27 ശ്ലോകം 13, 14, 15, 16, 17, 18 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അഹങ്കാരം മുഴുവൻ നശിച്ച ദേവേന്ദ്രൻ സ്തുതി അവസാനിപ്പിക്കുന്നു ഈ ശ്ലോകത്തോട് കൂടിയിട്ട്. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരത്തോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. ത്വയേഷാനുഗൃഹീതോസ്മി ധ്വസ്തസ്തംഭോ വൃഥോദ്യമ ഈശ്വരം ഗുരും ആത്മാനം ത്വാമഹം ശരണം ഗത. ഹേ ഈശ്വര ഭഗവാനെ, അവിടുത്തെ അനുഗ്രഹത്താൽ ഇപ്പോൾ എന്റെ മതം തീരെ നശിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈശ്വരൻ ഞാൻ തന്നെ എന്ന അഹങ്കാരത്താൽ ഞാൻ ചെയ്ത ആ അപരാധം ഒട്ടും ഫലിക്കാത്തത് കൊണ്ട് തന്നെ. ദുരഹങ്കാരികളെ ഈ വിധം അമർത്തി അടക്കുന്നവനും ചരാചരങ്ങളുടെ ആത്മാവും ഗുരുവുമായ ഇന്ദ്രവടിയെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇന്ദ്രൻ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നേതാ ഈ ജ്ഞാനോദയമൊക്കെ താൽക്കാലികാണ് ഇന്ദ്രന്റെ. ഇന്ദ്രൻ രജോഗുണത്തിന് അടിമയാണെന്ന് ഇതിനു ശേഷം പാരിജാതം അപഹരിക്കാനായിട്ട് ഭഗവാൻ പോകുന്നുണ്ട് അവിടെ സ്വർഗത്തില്. ഇന്ദ്രൻ വിളിച്ചിട്ട് തന്നെ പോയതാണ്. എന്നിട്ട് ഒരു പാരിജാതത്തിന്റെ കൊമ്പ് ചോദിച്ചപ്പോ അതൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് യുദ്ധം ചെയ്ത ആളാണ് ഇന്ദ്രൻ. അപ്പൊ പിന്നെ അപ്പോഴേക്കും അതൊക്കെ മറന്നു. ഭഗവാൻ അതിന് മറുപടി പറയുന്നു. ശ്രീ ശുക ഉവാച ഏവം സങ്കീർത്തിത കൃഷ്ണോ മഘോനാ ഭഗവാനമും മേഘഗംഭീരയാ വാച പ്രഹസൻ ഇതമബ്രവീത്. ശുകബ്രഹ്മർഷി പറയണു, ദേവേന്ദ്രൻ അങ്ങനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ മേഘഗർജനം പോലെ ഗംഭീരമായും മധുരമായും ഇരിക്കുന്ന വാക്കുകൊണ്ട് ദേവേന്ദ്രനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഭഗവാൻ ഉവാച മയാതേ കാര്യമഘവൻ മഖഭംഗോനുഗൃഹത മദനുസ്മൃതയേ നിത്യം മത്തസ്യേന്ദ്രശ്രിയാ ഭൃശം. ഭഗവാൻ ദേവേന്ദ്രനോട് പറഞ്ഞു, അല്ലയോ ദേവേന്ദ്ര, ഭക്തനായിരിക്കേണ്ടുന്ന അങ്ങ് ആ ദുരഭിമാനഗ്രസ്തനായിരിക്കണത് കണ്ടിട്ട് അങ്ങയെ അനുഗ്രഹിക്കണം എന്ന വിചാരത്തോടു കൂടി ആ ഇന്ദ്രശ്രീയിൽ ഇങ്ങനെ മുഴുകി ഞാനുണ്ടെന്നുള്ള വിചാരം കൂടിയില്ലാതെ മതോന്മത്തനായിരിക്കുന്ന നിമിത്തം ഞാൻ ഉണ്ട് എന്നുള്ള വിചാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആ യാഗം ഞാൻ മുടക്കിയത്. ഗോപന്മാര് അങ്ങേക്ക് ചെയ്യാൻ വിചാരിച്ച യാഗം ഞാൻ മുടക്കിയത് അതുകൊണ്ടാണ്. ഇപ്പോ ആ മതം തീരെ നശിച്ചതുകൊണ്ട് എന്നില് ബുദ്ധി ഉറച്ചു. ഇനിമേൽ ഇതുപോലെയുള്ള ഗർവം ഒരിക്കലും ഉണ്ടാവാൻ ഇടവരരുത്. ഉണ്ടായ ആ ഗർവം സർവവും ഞാൻ നശിപ്പിക്കും എന്ന് ഓർക്കണം. ഭഗവാൻ ഇന്ദ്രനോട് മാത്രല്ല ഇത് പറയണത്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ സാരോപദേശം. ആർക്കൊക്കെ എപ്പോഴൊക്കെ ഗർവം ഉണ്ടായോ അത് ഭഗവാൻ നശിപ്പിക്കും, അത് ഉറപ്പാ. അത് മനസ്സിലാക്കണം. ഓരോ സമയത്തും ഭാഗവതത്തിൽ കൂടെ അതിങ്ങനെ പല പല സന്ദർഭങ്ങളും ഭഗവാൻ നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലെ. മാം ഐശ്വര്യ ശ്രീമദാന്ധോ ദണ്ഡപാണിം ന പശ്യതി തം ഭ്രംശയാമി സംവൽഭ്യോ യസ്യ ചേച്ഛാമ്യനുഗ്രഹം. സമ്പത്തും അധികാരബലമൊക്കെ ഉണ്ടാവുമ്പോ അഹങ്കാരം ആർക്ക് വർദ്ധിക്കുന്നുവോ അപ്പോൾ അവര് യമധർമ്മരാജരൂപേണ സകല ദുരഹങ്കാരികളെയും ശാസിക്കുന്ന ഒരാളുണ്ട് എന്നുള്ള വിവേകമില്ലാതെ തോന്നിയതുപോലെ എല്ലാം പ്രവർത്തിക്കും. അങ്ങനെ ഇരിക്കുന്ന ഏതൊരുത്തനെ ഞാൻ അനുഗ്രഹിക്കാൻ വിചാരിക്കുന്നുവോ ആദ്യം അവന്റെ മതത്തിന് ഹേതുവായ സമ്പത്തുകളെയൊക്കെ ഞാൻ നശിപ്പിക്കും. ആദ്യം അവന്റെ സമ്പത്തുകളെയാണ് നശിപ്പിക്കുക. എല്ലാം നശിച്ച ഒന്നുമില്ലാതെ ആവുമ്പോ അപ്പൊ എന്നെ ഭജിക്കാൻ തുടങ്ങും. ഗമ്യതാം ശക്ര ഭദ്രം വാ ക്രിയതാം മേനുശാസനം സ്ഥീയതാം സ്വാധികാരേഷു യുക്തേസ്തംഭവർജിതൈഃ. ഹേ ഇന്ദ്ര, സ്വർഗലോകത്തിലേക്ക് പൊക്കോളൂ. അഹങ്കാരം തീരെ ഉപേക്ഷിച്ച് സാവധാനം നിങ്ങളെല്ലാവരും അവരവരുടെ അധികാരങ്ങള് വേണ്ട പോലെ സംരക്ഷിച്ച് ജീവിച്ചോളി എന്നുള്ള എന്റെ ആജ്ഞ
തെറ്റാതെ നടത്തണം. അപ്പൊ എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സൗഖ്യം സംഭവിക്കും എന്നും ഭഗവാൻ പറഞ്ഞു ഇന്ദ്രനോട്. അതായത് ഇന്ദ്രനോട് മാത്രമല്ല അത് പറയണ, വരുണൻ മുതലായിട്ടുള്ള മറ്റു ദിക്പാലന്മാരെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ എന്ന് പറഞ്ഞത്. ഭീഷാസ്മാത് വാത പവതേ ഭീഷോദേതി സൂര്യ, ശ്രുതിവാക്യാണ്. അതിന്റെ അർത്ഥം ഇവനെ ഭയപ്പെട്ട് വായു ചലിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു. ഏതൊരു ഭഗവാൻ എല്ലാവർക്കും അധികാരം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നുവോ ആ പരമാത്മാവിനെ മറന്നാൽ അധോഗതിയും സ്ഥാനഭ്രംശവും കഷ്ടവും സംഭവിക്കും എന്ന് മറക്കാതെ ഇരിക്കേണ്ടത് ആവശ്യം. ഭഗവാനാണ് ഇവരെല്ലാം ഒരു സ്ഥാനത്തെത്തിയിരിക്കുന്നത് അല്ലെ. ആ കസേര അങ്ങോട്ട് കിട്ടുമ്പോൾ എല്ലാം മറക്കുകയാണ്. നിരങ്കുശമായിട്ട് പ്രവർത്തിക്കുന്ന ദുരഹങ്കാരികളെ ശിക്ഷണം ചെയ്ത് സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്തിരിക്കുന്ന ഈ ഉപദേശം എപ്പോഴും നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തു വെക്കേണ്ടതാണ്. അഥാഹസുരഭി കൃഷ്ണം അഭിവന്ദ്യ മനസ്വിനി സ്വസന്താനൈരുപാമന്ത്ര്യ ഗോപരൂപിണം ഈശ്വരം. ഇന്ദ്രൻ ചെയ്ത സ്തുതിയും ഭഗവാൻ ചെയ്ത അനുഗ്രഹമൊക്കെ വിവരിച്ച ശേഷം സുരഭി ചെയ്ത കൃത്യം വിവരിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകത്തില്. ഇന്ദ്രനോട് ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ കൽപ്പിച്ചതിന്റെ ശേഷം ഏറ്റവും സന്തോഷിച്ച കാമധേനു തന്റെ സന്താനങ്ങളായ ഗോകുലത്തിലുള്ള പശുക്കളോടുകൂടി കാമധേനു ഭഗവാന്റെ അടുത്ത് നിന്ന് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ശ്രീകൃഷ്ണൻ സാധാരണ ഒരു ഗോപന്റെ വേഷത്തെ ധരിച്ചിരിക്കണു എങ്കിലും സർവേശ്വരനാണെന്നുള്ള തത്വം കാമധേനുവിന് നന്നായിട്ട് അറിവുണ്ട്. ഇന്ദ്രന് പോലും അതറിയില്ല. കാമധേനുവിന് നല്ലോണം അറിയാം ഭഗവാനാണ്. അതുകൊണ്ട് തന്റെ ഭക്തി പ്രകാശിപ്പിക്കാനായി നമസ്കരിക്കുകയാണ് ചെയ്യുന്നത് ആ കാമധേനു. ഗോലോകേശ്വരൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് സുരഭി ലോകത്തെ ധരിപ്പിക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.